ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് പരിപ്പ് പായസമാണ് കേട്ടോ. അതും നമ്മുടെ ലോങ് ലൈഫ് പാലില്ലേ, ആ പാല് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ആ നെയ്യിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിട്ടുള്ള പരിപ്പ് ഇടാം. അതായത് പായസപ്പരിപ്പാണ് കേട്ടത്. ചെറിയ മണിയായിട്ടുള്ള പായസപ്പരിപ്പില്ലേ, അതാണ് ഇട്ടേക്കണത്. ഇത് പായസപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെയൊക്കെ പറയാം. ആ പായസത്തിൻ്റെ പരിപ്പ് ഇട്ടിട്ട് നമുക്കിത് വെള്ളം വാർന്ന് ഒന്ന് മൊരിഞ്ഞ് കിട്ടണ മാതിരി ആവണ വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാലാണ് ഒഴിക്കണേ. ഞാൻ ഈ അപ്പുറത്തെ അടുപ്പിൽ പാലും വെള്ളം കൂടി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതാണ് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് വെക്കണത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് 2 വിസിൽ കേൾക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ 2 വിസിൽ അടുപ്പിച്ചിട്ടുള്ളൂ. 2 വിസിൽ കേൾക്കുമ്പോൾ തന്നെ ഇത് വെന്തിട്ടുണ്ടാവും. ഞാൻ മാറ്റി വെച്ചേക്കാണ് കേട്ടോ വേവിച്ച്. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചൂടാക്കിയെടുക്കാം. നെയ്യിലാണ് കേട്ടോ ചൂടാക്കി എടുത്തേക്കണത്. അത് കഴിഞ്ഞിട്ട് ആ നെയ്യിൽ തന്നെ നമ്മൾ ഈ കുക്കറിൽ വേവിച്ച് വെച്ച പരിപ്പില്ലേ, ആ പരിപ്പ് ഇട്ട് കൊടുത്തേക്കണേ. ആ പരിപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ശർക്കര ഉരുക്കിയ പാനിയാണ് ഒഴിച്ചേക്കണത്. ഞാനിതൊരു 3 ശർക്കര ഉരുക്കിയ പാനിയായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ. എനിക്ക് മധുരം കുറച്ച് മതി, അത് കാരണമാണ് 3 ശർക്കര ഒഴിച്ച പാനി ഒഴിച്ചത്. ആ ശർക്കര പാനിയിൽ കിടന്നിട്ട് ഇനി ബാക്കി പരിപ്പൊന്ന് റെഡിയായി കിട്ടണം. അതായത് പരിപ്പിലേക്ക് ഈ ശർക്കര പാനി പിടിക്കണം. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 5-10 മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കിയാലാണ് അതിലേക്ക് റെഡിയായിട്ട് കിട്ടുള്ളൂ പരിപ്പ്. ഞാൻ ഫുൾ വീഡിയോ കാണിക്കില്ല, വളരെ സിമ്പിളായിട്ടാണ് കാണിക്കുന്നത്. അത് കാരണമാണ് പറഞ്ഞത്. ഒരു 5-10 മിനിറ്റ് നേരം ഈ ശർക്കര പാനിയിലിട്ട് നമ്മൾ ഇളക്കിയാലാണ് പരിപ്പിൽ ശർക്കര പാനി പിടിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ പാലും വെള്ളം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു തിളപ്പിക്കാൻ. ആ പാലും വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചേക്കണത്. എനിക്ക് നല്ല ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തേക്കണത്. നല്ല കുറുന്ന് കിട്ടണമെങ്കിൽ ഇത്ര ഇത് വേണ്ട, പരിപ്പ് ഇത്രയും കൂടി കൂട്ടി അടിക്കുക കേട്ടോ. അപ്പോൾ കടിക്കാൻ കിട്ടില്ല എന്നുള്ളൂ. ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പ് കടിക്കാൻ കിട്ടും. അതാണ് ഞാൻ 2 വിസിലടിച്ചപ്പോൾ നിർത്തിയത്. ഇപ്പോൾ ഇതെല്ലാം തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഏലക്കായും കുറച്ച് ചുക്കും കൂടി പൊടിച്ചതാണ് ഇട്ടേക്കണത്. ഈ പായസം കുറച്ച് ലൂസിലാണ് ഉണ്ടാക്കണത്. അതാണ് ഞാൻ കൂടുതൽ പറയുന്നത്. നിങ്ങൾക്ക് കൂടുതലാവണമെങ്കിൽ കുറച്ച് പാല് കുറച്ചെടുത്തിട്ട് പരിപ്പ് വേവിച്ചെടുത്തിട്ടാൽ മതി. ഞാൻ അതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചതാണ് ഇട്ട് കൊടുത്തേക്കണേ. എന്നിട്ട് ഞാൻ കൂടുതലൊന്നും കുറുതാവാൻ നിന്നിട്ടില്ല. എനിക്ക് കുറുതാവുന്നത് ഇഷ്ടമില്ലാത്ത കാരണം, അതുപോലെ തന്നെ പരിപ്പ് കുറച്ച് കടിച്ച് തിന്നണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ 2 വിസിലടിച്ചത്. അങ്ങനെ എൻ്റെ പായസം ഞാൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുതാവും. ഇത്രയ്ക്കാണ് ഈ പരിപ്പ് പായസത്തിനുള്ള. വളരെ സിമ്പിളാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്താ പറയുക, അത്ര എളുപ്പമുള്ളതാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയണേ.